ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. 2 ദിവസത്തെ ഷോപ്പിങ്ങിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബാങ്കിൽ പോകാനുണ്ടായിരുന്നു. ഞാനും ഉമ്മച്ചിയും കൂടി ബാങ്കിലൊക്കെ പോയി സംഭവമൊക്കെ സെറ്റാക്കിയതിന് ശേഷം നേരെ ഇറങ്ങി. അപ്പോൾ പരാഗി പോയിട്ട് ഒരു ഷോൾ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പരാഗ് അടച്ചിട്ടിരിക്കുകയായിരുന്നു, വെള്ളിയാഴ്ച ആയിരുന്നല്ലോ. അപ്പോൾ ഒരു 1:30 ആകുമ്പോഴേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. തപ്പി പോയതാ ഒരു കുളിവില്ലാത്ത ഫുഡ് കടയിൽ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഞങ്ങൾ നേരെ പരാഗിലേക്ക് പോവാണ്. അപ്പം മെട്രോയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആവാൻ വേണ്ടി. അതിനുശേഷം പരാഗി ചെന്നിട്ടോ നമ്മൾ ഉദ്ദേശിച്ച് തന്ന ഷോളും അതിന് നമുക്കൊത്ത പ്രൈസിലും അല്ലായിരുന്നു. അപ്പോൾ ഉമ്മിച്ച് പറഞ്ഞു ഇന്ന് പിന്നെ നാളെ നമുക്ക് ഇറങ്ങാമെന്ന്. അതും വീട്ടിലെന്തൊരു കുഞ്ഞാപ്പൂതാ അറിയടാ. ക്യാമറ ഓൺ ചെയ്തപ്പോഴത്തേക്കും ആൾക്ക് നാടകമായി. അങ്ങനെ ആൾ പോയി. പിന്നെ USA പോകാനുണ്ടായിരുന്നു. USA എൻ്റെ സ്കിൻ ഡോക്ടറിനെ കാണാൻ പോയി. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലുലുവിൽ ഓഫർ നടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ലാപ്പ് വാങ്ങാമെന്നും പറഞ്ഞ് പോയതായിരുന്നു. പക്ഷേ അട്ടർലി ഫ്ലോപ്പായെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ബഡ്ജറ്റ് അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് ഹൈപ്പറിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് പിന്നെ ഫാഷൻ സ്റ്റോറിൽ നിന്നും ഓഫറൊക്കെ ആയതുകൊണ്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഉമ്മച്ചി ഞാനും ലാപ്ടോപ്പ് ഇട്ടാതെ ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തേക്ക് പോവാം. വേറെ അങ്ങനെ പുറത്തിറങ്ങി ഒരു നാരങ്ങളും പപ്സും വാങ്ങിച്ച് തന്നിട്ട് ഉമ്മച്ചി നേരെ വീട്ടിലേക്ക് പോയി. ഞാനപ്പോൾ വിശാൽ മാർട്ടിൽ കയറാണ്ടായിരുന്നു. അങ്ങനെ വിശാൽ മാർട്ടിൽ കയറി. പിന്നെ അത് ഞാൻ സ്റ്റുഡിയോ കയറി. ആ ചെരുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാനും ഉമ്മച്ചി ഇക്കാക്കായും കൂടി നേരെ പോയത് പെരുമ്പാവൂരിലേക്കാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു യൂസ്ഡ് ലാപ്പ് എടുത്തിട്ട് ഞങ്ങൾ നേരെ ഷവർമ വയ്ക്കാൻ വേണ്ടി കയറി. ആ ഷവർമ കടയിൽ ആ ചേട്ടനെ കാണാൻ കറക്റ്റ് ഷൈനകത്തിനെ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇക്കാക്ക ഷവായും പറഞ്ഞ് ഞാനൊരു പ്ലേറ്റ് ഷവർമയും പറഞ്ഞു, ഉമ്മച്ചിയും പ്ലേറ്റ് ഷവർമയൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കഥയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു സ്പോട്ടാണ്. അത്യാവശ്യം നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ട്, പക്ഷേ പിന്നെ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. നല്ല തലവേനൊക്കെ ആയിരുന്നു. പിന്നെ ഉമ്മച്ചിക്ക് ചെരുപ്പ് വാങ്ങാണ്ടായിരുന്നു. കുറച്ച് ബീഫൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക്. കിച്ചൺ സാധനങ്ങൾ ഇതല്ലോ ഇത് അവക്കാഡോ, പിന്നെ കുറച്ച് മയോണീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തന്തൂരിയും അല്ലാണ്ട് വാങ്ങിച്ചു. പിന്നെ ആട്ട, പിന്നെ ഒരു ലിക്വിഡും. ഇത്രയാണ് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചത്. പിന്നെ ഇത് ഡ്രസ്സല്ല വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ. 19 രൂപയുടെ ഒരു 3 ചവിട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് രണ്ടും മൂത്തുമ്മയുടെ വീട്ടിലേക്ക് കൊടുക്കാനാണ്. ചെറുതാട്ടോ. ഇത് എനിക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനാണ്. കുറച്ചിങ്ങനെ പൊടിയൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കൈകെടുത്തതിന് സെറ്റക്കാം. പിന്നെ നമ്മൾ ഐസൂനൊരു കളിപ്പാട്ടം വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്, ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇത് വാങ്ങിക്കാനാണ് ശരിക്കും പോയത്. ഐസൂനൊരു ഡ്രസ്സും വാങ്ങിക്കാനുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും എൻ്റെ കയ്യിൽ കുറവായതും ഇതായിരുന്നു. ബുഷാണിത്. ഇത് ഞാൻ ലുലുവിൽ 65 റുപ്പീസിന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല മെറ്റീരിയലാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ നല്ല എനിക്ക് കണ്ടിട്ട് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നി. ഇതിൻ്റെ 2 കളേഴ്സ് ഉണ്ടായിരുന്നു. ഇത് 2 അല്ല, അതിൽ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. പിങ്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഇതാ എടുത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ കളറും. എനിക്ക് ഈ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഈ 2 ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ഈ ബുഷി, ഇതിനെന്താ 9 രൂപ 10 രൂപ കറക്റ്റ്. അങ്ങനെ അതും എടുത്തായിരുന്നു. പിന്നെ ഗായ്സ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതായിരുന്നു. ലാപ്ടോപ്പ് വാങ്ങിക്കാനായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലുലു കയറിയപ്പോൾ എനിക്ക് ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കത്തൊരു റേറ്റിൽ ലാപ്ടോപ്പ് കിട്ടിയില്ല. അപ്പോൾ അതേ ഞാൻ അങ്ങനെ ലാപ്ടോപ്പ് വാങ്ങിച്ചു. ഇത് ശരിക്കും സെക്കൻഡ് ഹാൻഡ് ആണ്, ബട്ട് അത്യാവശ്യം നല്ല പുതിയ ക്വാളിറ്റി തന്നെ ഉണ്ട്. അപ്പം എനിക്ക് ഈ ലാപ്ടോപ്പിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ ആക്സസറീസ് ആണിത്. ഒരു മൗസ് ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. വയർലെസ് മൗസാണ് ഇത് ശരിക്കും. പിന്നെ ലാപ്ടോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ജെല്ല്, ലാപ്ടോപ്പിൽ തന്നെ ഗാഡ്ജറ്റ്സ് എല്ലാം നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഈ തുണി വെച്ചിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി. ഇങ്ങനെ ഒരു ഇതിട്ടുണ്ട്. പിന്നെ ആ മൗസിന് വേണ്ടി മൗസ് പാഡ് വന്നിട്ടുണ്ടായിരുന്നു അവർ. എല്ലാം എനിക്കിത് ഫ്രീ ആയിരുന്നു കേട്ടോ. ശരിക്കും സത്യമായിട്ട് പറയണതാ. പിന്നെ അതിൻ്റെ കൂടെ ഒറിജിനൽ അഡാപ്റ്റർ ആയിട്ടുള്ള ഒരു ചാർജറും കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. നോക്കുമ്പോൾ അറിയാം, അതെ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ഓണായി വരുന്നുള്ളൂ കേട്ടോ. കണ്ടോ, ഇത് വർക്കിംഗ് ആണ്. റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇതൊരു 99 രൂപയുടെ ഷോളാണ്. കണ്ടോ,
ഒരു നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷോളാണ്. പിന്നെ 2 ടർക്കീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 99 റുപ്പീസ് എന്തായിരുന്നു, ഓഫർ പ്രൈസിൽ കിട്ടിയതാണ് ലുലുന്ന്. ഇത് 199 ആണ്, പക്ഷെ എനിക്ക് ഓഫർ പ്രൈസിൽ 99 ആണ് കിട്ടിയത്. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ള സാധനം ടർക്കിയാണ്. എന്നാലും വാങ്ങിച്ചാലും മതി വരാത്തൊരു സാധനം എൻ്റെ ഉമ്മക്ക് ടർക്കി തന്നെയാണ്. അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ.